ആ ചേട്ടാ, ഞാൻ ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരെയാണ്. പൈസ ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഫുഡ് തരാം. സത്യമായിട്ട് എനിക്കൊരു ചാനലുണ്ട്. സത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ചാനൽ ഇല്ല? ഉണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ നടക്കൂ? എന്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ഈ കടയിൽ നാളെ ഇഷ്ടം പോലെ ആൾക്കാർ വരും. എന്നാ ചോദിച്ചോ, പറയാം. നല്ല രുചിയുള്ള തലേവസ്ഥ ബീഫ് എന്ന് കിട്ടും? ചില തിങ്കളാഴ്ച ദിവസങ്ങളിൽ കിട്ടും. അതെന്താ ബാക്കിയുള്ള ദിവസം കിട്ടാത്തത്? ഞായറാഴ്ച വീട്ടിൽ എടുക്കുന്ന ഇറച്ചി തീർന്ന തിങ്കളാഴ്ച കാണത്തില്ല. ചിലപ്പോ ചേച്ചി പിള്ളേർക്ക് വീട്ടിൽ വരും. ഈ അടുക്കളക്കകത്ത് അന്യരെ പ്രവേശിക്കാത്തത് എന്താ? പ്രവേശിപ്പിച്ച കടയ്ക്കകത്ത് അന്യര് വരത്തില്ല, അതാണ് വിഷയം. ബ്ലൗസ് ഇടാറുണ്ടോ? അയ്യോ, എന്റെ നാട്ടുകാരെ സ്നേഹത്തോടെ ജ്യോതി എന്ന് വിളിക്കണമെന്നേ ഉള്ളൂ. എന്റെ ഫുൾ പേര് ജ്യോതി കുമാർ എന്നാ. ബ്ലൗസ് ഇടുവെന്നാ? അയ്യോ, ഞാൻ ചോദിച്ചത് ആഹാരം എടുക്കുമ്പോ കയ്യിലിടുന്ന ക്ലോസ് ഇടുവോന്നാണ്. അത് ആഴ്ചയിൽ 3 ദിവസം ഇടും. അതെന്താ? അന്ന് അനിയന് കോൺക്രീറ്റ് കാണത്തില്ല, അതോ നനച്ചിട്ടേക്ക് നാളെ ഇടും. ഇവിടെ ഫുള്ള് വിറവടുപ്പിലാണല്ലോ പാചകം. അതെ അതെ, എന്റെ മകൻ കാട്ടിൽ പോയി വിറക് വെട്ടി കെട്ടി ചുമന്ന് കൊണ്ടുവരും. ഇതോ കണ്ടില്ലേ? ഇത് വേല. പിന്നെ 25 കിലോ ബാഗ് സ്കൂളിൽ ചുമക്കണവനാണ് 20 കിലോ വിറവ് ചുമക്കപ്പാട്. ഒരു 2 കെട്ടോടെ എടുത്തിട്ട് സ്കൂളിൽ പോയി കേട്ടോ, ബാഗ് ചുമന്നുണ്ട്. ഈ ഹോട്ടലിന്റെ പേര് പാറയെന്ന് എന്താക്കിയത്? പാറയും ഈ ഹോട്ടലുമായിട്ട് ഒരു അഗാധമായ ബന്ധമുണ്ട്. ഇവിടെ നിന്ന് ആഹാരം കഴിച്ചിട്ട് പലരും പാറയെ പേരിന് റിവ്യൂ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ മാസം മുതൽ കച്ചവടം വളരെ ഡള്ള. അതൊക്കെ ഞാൻ മാറ്റി തരാം. എന്താ പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാവാൻ? ഇവിടുത്തെ റെസിഡന്റ് അസോസിയേഷൻകാരെ എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നു. ഇതെടുത്ത് ഉപയോഗിച്ചതോടുകൂടി ഇവിടുത്തെ ആഹാരത്തിന്റെ ടേസ്റ്റ് പറഞ്ഞു. അത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഇന്നത്തെ സ്പെഷ്യൽ കപ്പയും മീനും ഉണ്ട്. ഇതാ കഴിക്ക്. ഓ, വെരി ടേസ്റ്റ്. ഇതിന്റെ കൂട്ടം തോന്നാണ്. എനിക്കിപ്പോ ചെറുതായിട്ട് നഖം പൊടിച്ചു തുടങ്ങി. ഇനി ഞാൻ വിട്ടൂല. ആള് വരുമല്ലോ അല്ലേ? അയ്യോ, പൊറോട്ടയ്ക്ക് തോർത്ത് വിരിച്ചില്ല.